Hi students, welcome to Greater Than Academy. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് Cbse ക്ലാസ് 10 ചാപ്റ്റർ 2 പോളിനോമിയൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫൈൻഡ് ഓൾ സീറോസ് ഓഫ് ദ പോളിനോമിയൽ 2x⁴ 2x⁴. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫൈൻഡ് ഓൾ സീറോസ് ഓഫ് ദ പോളിനോമിയൽ 2x⁴ minus 9x³ plus 5x² plus 3x minus 1 if two of its zeros are 2 plus root 3 and 2 minus root 3. അതിൽ ഡിഗ്രി 4 ആണ് അല്ലെ, ഡിഗ്രി 4 ഇവിടെ തന്നിരിക്കുന്നത് ഡിഗ്രി 4 ആണ്. അപ്പോൾ 4 ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയലിന്റെ നമ്പർ ഓഫ് സീറോസ് അറ്റ് മോസ്റ്റ് എത്രയാണ് കാണും? 4 സീറോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡിഗ്രി 3 ആണെങ്കിൽ അറ്റ്മോസ്റ്റ് 3 സീറോസ് ഉണ്ടായിരിക്കും. ഡിഗ്രി 2 ആണെങ്കിൽ അറ്റ്മോസ്റ്റ് 2 സീറോസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് ആയിട്ട് ചെയ്തിരിക്കുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി 2 സീറോസ് ആണ് തന്നിരിക്കുന്നത്. ഇനി എത്ര സീറോസോടെ ഫൈൻഡ് ചെയ്യാനുണ്ട്? 2 സീറോസോടെ ഫൈൻഡ് ചെയ്യാനുണ്ട്. കാരണം ഡിഗ്രി 4 ആയിട്ടുള്ള ഒരു പോളിനോമിയലിന് അറ്റ്മോസ്റ്റ് 4 സീറോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ 2 സീറോസ് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ബാലൻസ് ആയിട്ടുള്ള 2 സീറോസോടെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന സീറോസ് നോക്കാം അല്ലെ. സീറോസ് എന്ന് പറയുന്നത് 2 പ്ലസ് റൂട്ട് 3 ആൻഡ് 2 മൈനസ് റൂട്ട് 3. നമ്മൾ നേരത്തെ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമുക്കൊന്നുകൂടെ പറയാം. 2ഉം മൈനസ് 3യും സീറോസ് ആണെങ്കിൽ ഇവരെ നമ്മൾ ഫാക്ടേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് 2 മൈനസ് 3 ഫാക്ടേഴ്സ് ആണെങ്കിൽ x മൈനസ് 2 ആൻഡ് x പ്ലസ് 3 are factors. അപ്പോൾ ഇവിടെ 2ഉം 3യും സീറോസ് ആണെങ്കിൽ 2ഉം മൈനസ് 3യും സീറോസ് ആണെങ്കിൽ x മൈനസ് 2 x പ്ലസ് 3 അവിടെ മൈനസ് വന്നിരിക്കുന്നുണ്ട്. x പ്ലസ് 3യും ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ തന്നിരിക്കുന്ന സീറോസിനെ നമ്മൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആക്കി നമുക്ക് മാറ്റാം. ഇപ്പോൾ 2 പ്ലസ് റൂട്ട് 3 ആൻഡ് 2 മൈനസ് റൂട്ട് 3 ആണ് ഇവിടെ എന്തായിട്ട് തന്നിരിക്കുന്നത്? സീറോസ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ സീറോസിനെ എന്താക്കി മാറ്റാം? ഫാക്ടേഴ്സ് ആക്കി മാറ്റാം. അപ്പോൾ എക്സ് മൈനസ്, ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം നോർമൽ കേസിൽ ഈ മൈനസും ഈ പ്ലസും മൈൻഡ് ചെയ്യുന്ന കാര്യമില്ല. ഈ 2ന് അതായത് 2ന്റെ സൈൻ മാത്രം നോക്കിയാൽ മതി. അതായത് ഇവിടെ പ്ലസ് കണ്ടുകൊണ്ട് എക്സ് മൈനസ് ഒന്നും ഇവിടെ മൈനസ് കണ്ടുകൊണ്ട് എക്സ് പ്ലസ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. നമ്മൾ നോർമൽ കേസിൽ എങ്ങനെ എഴുതുന്നു? എക്സ് മൈനസ് ബ്രാക്കറ്റിൽ 2 പ്ലസ് റൂട്ട് 3 ആൻഡ് എക്സ് മൈനസ് 2 മൈനസ് റൂട്ട് 3. ഓക്കെ, അപ്പൊ ഇവിടെ ഈ തുടക്കം അതായത് 2ന്റെ സൈൻ മാത്രം നോക്കിയാൽ മതി. 2 പ്ലസ് ആണെന്ന് വിചാരിക്കുക. അതായത് ഈ പ്ലസിനെയും ഈ മൈനസിനെയും നമ്മൾ എന്ത് ചെയ്യണ്ട? മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? 2 പ്ലസ് റൂട്ട് 3 2 മൈനസ് റൂട്ട് 3. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു എക്സാമ്പിൾ, അതായത് 5 പ്ലസ് റൂട്ട് 3 5 മൈനസ് റൂട്ട് 3 ആണ് സീറോസ് എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 5 പ്ലസ് റൂട്ട് 3 എക്സ് മൈനസ് 5 മൈനസ് റൂട്ട് 3 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതേ ഫോർമാറ്റിൽ തന്നെ ഇവിടെ എഴുതുക. എക്സ് മൈനസ് 2 പ്ലസ് റൂട്ട് 3 ബ്രാക്കറ്റ് ഇടാൻ വിട്ടുപോലെ എക്സ് മൈനസ് 2 മൈനസ് റൂട്ട് 3. ഇനി മൈനസ് കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് എക്സ് മൈനസ് 2 മൈനസ് റൂട്ട് 3 ആൻഡ് എക്സ് മൈനസ് 2 മൈനസ് ഈ മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് റൂട്ട് 3. അപ്പോൾ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 ലീനിയർ പോളിനോമിയൽസ് ആണ്. അപ്പോൾ ഈ ലീനിയർ പോളിനോമിയൽസ് എന്ന് പറയുന്നത് x⁴ അല്ലെ, x⁴ മൈനസ് 9x³ പ്ലസ് 5x² പ്ലസ് 3x മൈനസ് 1 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് ആണ്. 2 ലീനിയർ പോളിനോമിയൽസ് അല്ലെങ്കിൽ ലീനിയർ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഈ ഫാക്ടേഴ്സിനെ നമുക്ക് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഗ്രി 4 ആയിട്ടുള്ളതിന് 4 ലീനിയർ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ലീനിയർ പോളിനോമിയൽ ഫാക്ടേഴ്സ് ആയിട്ട് വരാൻ പോലെ.
ഡിഗ്രി 4ന് 4 ലീനിയർ പോളിനോമിയൽ ഫാക്ടേഴ്സ് ആയിട്ട് വരാം. അല്ലെങ്കിൽ ഡിഗ്രി 4 ഉള്ളതിന് 2 ക്വാഡ്രാറ്റിക് ഒരു ഡിഗ്രി 4 ഉള്ള ഒരു പോളിനോമിയലിന് 4 ലീനിയർ പോളിനോമിയൽ ഫാക്ടേഴ്സ് ആയിട്ട് വരാം. അതുപോലെ തന്നെ ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്യാം. കാരണം 4 ഇതൊരു ലീനിയർ അപ്പോൾ ഒരു ഡിഗ്രി 4 ആയിട്ടുള്ള ഒരു പോളിനോമിയലാണ്. അതിൽ 4 എന്ത് വരാം, ലീനിയർ പോളിനോമിയൽ ഫാക്ടേഴ്സ് ആയിട്ട് വരാം. നമുക്ക് ഇതിൽ തന്നെ അറിയാൻ പറ്റും, ഈ 2 ലീനിയറിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ഒരു ക്വാഡ്രാറ്റിക് ആയിരിക്കും. ഇവർ ഈ ലീനിയറിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ക്വാഡ്രാറ്റിക് ആയിരിക്കും. ഈ ക്വാഡ്രാറ്റിക്കും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ഡിഗ്രി 4 ആയിട്ടുള്ള പോളിനോമിയൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്, നമുക്കിവിടെ ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് 2 ലീനിയർ ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 2 ലീനിയറിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 ലീനിയറിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഒരു ക്വാഡ്രാറ്റിക് കിട്ടുന്നു. അപ്പൊ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് കിട്ടി അല്ലെ. അപ്പോൾ തന്നിരിക്കുന്ന ഡിഗ്രി 4 ഉള്ള പോളിനോമിയലിനെ ഈ ക്വാഡ്രാറ്റിക് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്ന എന്തായിരിക്കും, ഒരു ക്വാഡ്രാറ്റിക്. കാരണം ഒരു ക്വാഡ്രാറ്റിക്കും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിഗ്രി 4 കിട്ടുമെങ്കിൽ അതിലൊരു ക്വാഡ്രാറ്റിക് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ക്വാഡ്രാറ്റിക് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, തന്നിരിക്കുന്ന ഡിഗ്രി 4 ആയിട്ടുള്ള പോളിനോമിയലിനെ ഒരു ക്വാഡ്രാറ്റിക് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് തന്നെയായിരിക്കും, ഒരു ക്വാഡ്രാറ്റിക് ആയിരിക്കും. ഇനി കിട്ടുന്ന ക്വാഡ്രാറ്റിക്കിനെ, കോഷ്യന്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എന്തായിരിക്കുന്നു, ഫാക്ടറൈസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് എന്തായിരിക്കും, 2 ലീനിയർ ആയിരിക്കും. അപ്പോൾ നോക്കുക, ഓൾറെഡി 2 എണ്ണം തന്നിട്ടുണ്ടായിരുന്നു. അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ക്വാഡ്രാറ്റിക് ആക്കി തന്നിരിക്കുന്ന ഡിഗ്രി 4 ആയിട്ടുള്ള പോളിനോമിയലിനെ ക്വാഡ്രാറ്റിക് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ആയിട്ട് കിട്ടുന്നതും അല്ലെ കോഷ്യന്റ് ആയിട്ട് കിട്ടുന്നതും ക്വാഡ്രാറ്റിക് ആയിരിക്കും. ഈ ക്വാഡ്രാറ്റിക്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇതിലേക്ക് മാറ്റുന്നു, 2 ലീനിയർ ആക്കി മാറ്റുന്നു. അപ്പൊ ടോട്ടൽ എത്ര കിട്ടുന്നു, 4 ലീനിയർ പോളിനോമിയൽസ് ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടുന്നു. ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ, ലീനിയർ ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് സീറോസിലേക്ക് പോകാനായിട്ട് എളുപ്പമായിരിക്കും. അതൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം, പാർട്ട് 1 മുതൽ പാർട്ട് 7 വരെ അല്ലെങ്കിൽ 8 വരെ കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 9 കാണുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി പോർഷനിലേക്ക്, അതായത് ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ ഇത്രയും ബേസിക് കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പോർഷൻ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ്, നമ്മളിവിടെ ലീനിയർ പോളിനോമിയൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ കിട്ടിയിരിക്കുന്ന ലീനിയർ പോളിനോമിയൽസിനെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് ക്വാഡ്രാറ്റിക് ആക്കി മാറ്റാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഐഡന്റിറ്റി ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. എക്സ് മൈനസ് 2a പ്ലസ് 3 മൈനസ് 3. അപ്പോൾ ഈ എക്സ് മൈനസ് 2നെ ഒറ്റ ഫാക്ടർ ആയിട്ട് എടുക്കാം അല്ലെ, ഒറ്റ ടൈം ആയിട്ട് എടുക്കാം. അതായത് എക്സ് മൈനസ് 2a ആണെങ്കിൽ ഈ √3 എന്ന് പറയുന്നത് എന്തായിരിക്കും, ബി ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ കിട്ടുന്നത് എന്താണ്, a മൈനസ് ബി. എക്സ് മൈനസ് 2 എന്താക്കി എടുക്കുക, a ആയിട്ട് എടുക്കുക പ്ലസ് ബി. ഓക്കെ, അപ്പോൾ a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് a² മൈനസ് b² ആണ്. അപ്പോൾ ഇവിടുത്തെ a എന്ന് പറയുന്നത് എന്താണ്, എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ എക്സ് മൈനസ് 2ന്റെ സ്ക്വയർ മൈനസ് b² എന്ന് പറയുമ്പോൾ √3യുടെ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, വീണ്ടും ഒരു ഐഡന്റിറ്റി ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ, അതായത് a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റ്. അപ്പോൾ ഇവിടെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം, ബാക്കി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടും നോക്കാം, എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ x² മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2 പ്ലസ് 2² മൈനസ്, ഇതാണ് എക്സ്പാൻഷൻ. ബാക്കി ഈ √3 അതേപടി ഇരുന്നു, മൈനസ് √3 സ്ക്വയർ, x² മൈനസ് 2 ഇൻറ്റു 2 4 ഇൻറ്റു x 4x പ്ലസ്
4 മൈനസ് റൂട്ട് 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3. പിന്നെ ആൻസറിലേക്ക് വരുന്നത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 4x 4 മൈനസ് 3 എന്ന് പറയുമ്പോൾ പ്ലസ് 1. ഇതാണ് നമുക്ക് കിട്ടുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 1. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ 2x⁴ മൈനസ് 9x ക്യൂബ് പ്ലസ് 5x സ്ക്വയർ പ്ലസ് 3x മൈനസ് 1 എന്ന് പറയുന്ന പോളിനോമിയലിനെ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 1 എന്ന് പറയുന്ന ഈ പോളിനോമിയൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലോങ് ഡിവിഷനിലൂടെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 1 എന്ന് പറയുന്ന സ്ക്വയർ മൈനസ് 4x പ്ലസ് 1. അപ്പോൾ ഈ പോളിനോമിയൽ കൊണ്ട് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ 2x⁴ മൈനസ് 9x ക്യൂബ് പ്ലസ് 5x സ്ക്വയർ പ്ലസ് 3x മൈനസ് 1 എന്ന് പറയുന്ന പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ലോങ് ഡിവിഷനിലൂടെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഡിവിഷൻ പ്രോസസ്സ് ഒന്നും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ഇതിന് മുന്നുള്ള പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ എങ്ങനെയാണ് ലോങ് ഡിവിഷൻ എന്നും സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് ഒരു ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവാത്തവർ അല്ലെങ്കിൽ അറിയാത്തവർ ചെയ്യേണ്ട കാര്യം, വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ പാർട്ട് 1 മുതൽ പാർട്ട് 8 വരെയുള്ളതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഡിവിഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ലോങ് ഡിവിഷനിലൂടെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാരണം റിമൈൻഡർ 0 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാര്യം എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 1, കാരണം ഓൾറെഡി 0 വരുള്ളൂ, കാരണം ഇതിന്റെ ഫാക്ടർ ആണല്ലോ ഈ കിടക്കുന്നത്. അതായത് 2x⁴ എന്ന് പറയുന്ന ഒരു ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഫാക്ടർ ആണ് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 1. അപ്പോൾ ഡിവിഷനിൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0 തന്നെ കിട്ടും. അപ്പോൾ ആൻസർ ആയിട്ട് കോഷ്യന്റ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് മറ്റൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്, അതായത് 2x² മൈനസ് എക്സ് മൈനസ് 1. അപ്പോൾ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവരെ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2x⁴ മൈനസ് 9x ക്യൂബ് പ്ലസ് 5x സ്ക്വയർ പ്ലസ് 3x മൈനസ് 1 എന്ന് പറയുന്ന പോളിനോമിയൽ ആയിരിക്കും കിട്ടുന്നത്. അപ്പം രണ്ടും എന്ത് തന്നെയാണ്? രണ്ട് ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സ് ആണ് അല്ലേ? ഇത് രണ്ട് ഫാക്ടേഴ്സ് ആണ്, രണ്ടും എന്താണ്? ക്വാഡ്രാറ്റിക് ആണ്. ഇപ്പൊ നമ്മൾ ഈ ക്വാഡ്രാറ്റിക് കിട്ടിയത് എങ്ങനെയാണ്? നമുക്ക് തന്നിരുന്ന ഈ രണ്ട് ഫാക്ടേഴ്സിനെ നമ്മൾ, അല്ലെങ്കിൽ ഈ രണ്ട് സീറോസിനെ ഫാക്ടേഴ്സ് ആക്കി മാറ്റിയതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് x² മൈനസ് 4x പ്ലസ് 1 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? സീറോസ് ആണ് വേണ്ടത്. അതുകൊണ്ട് ഇപ്പൊ ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഈ ഫാക്ടറിനെ, അതായത് 2x² മൈനസ് എക്സ് മൈനസ് 1 എന്ന് പറയുന്ന ഈ പോളിനോമിയലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ട് ലീനിയർ പോളിനോമിയൽ കിട്ടും. ആ രണ്ട് ലീനിയർ പോളിനോമിയലിൽ നിന്നും നമുക്ക് എന്തിലേക്ക് വരാൻ പറ്റും? സീറോസിലേക്ക് വരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈ 2x² മൈനസ് എക്സ് മൈനസ് 1 എന്ന് പറയുന്ന പോളിനോമിയലിനെ നമുക്ക് കോഷ്യന്റ് ആയിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ പോളിനോമിയലിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പോൾ പോളിനോമിയലിനെ സ്പ്ലിറ്റ് ചെയ്യാം. 2x² മൈനസ് എക്സ് മൈനസ് 1, ഇതിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2 പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു -2 ആണ്. കാരണം ഈ 2ഉം -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2. സം എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -2, സം എന്ന് പറയുന്നതും -1 എന്നുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ മൈനസ് വരണമെങ്കിൽ ആ നമ്പറിൽ ഏതോ ഒരെണ്ണം എന്താണ്? മൈനസ് ആണ്. അതുപോലെ തന്നെ സം എടുക്കുമ്പോൾ മൈനസ് വരണമെങ്കിൽ ലാർജസ്റ്റ് നമ്പർ മൈനസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിന് ഒരു ഐഡിയ ചെയ്തിട്ടുണ്ടായിരുന്നു, നേരത്തെ ക്ലാസ്സുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഏതോ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്, ഏതോ രണ്ട് നമ്പറിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2, അവരുടെ സം എടുക്കുമ്പോൾ -1 കിട്ടുന്നു. അപ്പോൾ നമ്മളിവിടെ ആരെ ടാർഗറ്റ് ചെയ്യാം? -2 നോക്കുക, അതിന്റെ പ്രോഡക്റ്റ് എടുക്കുക, -2 ജസ്റ്റ് ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. -2 ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കിട്ടുന്നത് 2 × 1. അപ്പോൾ ഈ 2ഉം 1ഉം ആണ് -2ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ആൻസറിലേക്ക് വരുന്നത്? ഇവിടെ സം എന്ന് പറയുന്നത് -1 ആണ്. സം എന്ന് പറയുന്നത് -1 ആണ്. അതായത് രണ്ട് നമ്പേഴ്സിന്റെ സം എടുക്കുമ്പോൾ ആൻസർ മൈനസ് വരണമെങ്കിൽ അതിൽ ലാർജസ്റ്റ് നമ്പർ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അതായത്
2 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ മിഡിൽ ടേമിനെ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്തു. അതായത് 2x² മൈനസ്, കാരണം ഇവിടെ -2x പ്ലസ് 1x മൈനസ് 1. അതായത് ഈ രണ്ട് ടേമും അതേപടി തന്നെ. ഈ മിഡിൽ ടേമിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പ്രോഡക്റ്റ് സം എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ട് -2x എന്നും +1x എന്നും സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഷോർട്ടാക്കിയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞതിന് ശേഷം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം എന്ന് പറയുന്ന ആ ഒരു കാൽക്കുലേഷൻസ് ഇതിൻ്റെ പാർട്ട് 1 മുതൽ ഉള്ള ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക. ഡൗട്ട് ഇല്ലാത്തവർ ഇതിനെ ഫോളോ ചെയ്യുക. അപ്പോൾ 2x² മൈനസ് 2x പ്ലസ് 1x മൈനസ് 1 എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് ഇതിനെ മാറി ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഇവിടുന്ന് 2x-നെ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ എടുക്കാം. 2x-നെ കോമൺ എടുക്കുമ്പോൾ ഇവിടുന്ന് 2x പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരുണ്ട്, x മൈനസ് 1. സംശയം തോന്നുകയാണെങ്കിൽ റിവേഴ്സ് ഓർഡറിൽ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 2x ഇൻറ്റു x 2x², 2x ഇൻറ്റു -1 -2x പ്ലസ് 1 ഇൻറ്റു x മൈനസ് 1. കാരണം ഇവിടെ ബ്രാക്കറ്റിൽ വന്നിരിക്കുന്നത് തന്നെ ഇവിടെ വരാൻ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കുക, 1 ഇൻറ്റു x മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്താണ്, x ഇൻറ്റു 1 x -1 ഇൻറ്റു 1 -1. അപ്പോൾ ഇനി x മൈനസ് 1 എന്തായിരിക്കും, ഒരു ഫാക്ടർ ആയിരിക്കും. x മൈനസ് 1 ഇൻറ്റു 2x പ്ലസ് 1, 2x പ്ലസ് 1. അപ്പോൾ x മൈനസ് 1 ഇൻറ്റു 2x പ്ലസ് 1 എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക്കിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ കിട്ടിയ രണ്ട് ലീനിയർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലീനിയർ ഫാക്ടേഴ്സിൽ നിന്നും നമുക്ക് എന്തിലേക്ക് പോകാൻ പറ്റും, സീറോസിലേക്ക് പോകാൻ പറ്റും. അതായത് x മൈനസ് 1 എന്താണ്, x മൈനസ് 1 ഒരു ഫാക്ടർ ആണെങ്കിൽ x മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കാം. therefore x ഈസ് ഈക്വൽ ടു -1 പറയുമ്പോൾ +1. therefore 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു 0 ആയിരിക്കും. 1 എന്ന് പറയുന്നത് ഒരു 0 ആയിരിക്കും. ഇനി അടുത്ത് നോക്കുക, 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. therefore 2x ഈസ് ഈക്വൽ ടു +1, അവിടെ ചെല്ലുമ്പോൾ -1. x ഈസ് ഈക്വൽ ടു -1/2 എന്നും കിട്ടും. അപ്പോൾ എക്സിന്റെ വാല്യൂസ്, ആക്ച്വലി എക്സിന്റെ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, സീറോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നിരുന്ന സീറോസ് എന്തൊക്കെയായിരുന്നു, 2 പ്ലസ് √3, 2 മൈനസ് √3. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, 1 മൈനസ് 1/2. അപ്പോൾ എല്ലാ സീറോസും കിട്ടിയിട്ടുണ്ട്. 2 പ്ലസ് √3, 2 മൈനസ് √3, 1 മൈനസ് 1/2. അപ്പോൾ ഈ 4 സീറോസ് ആണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകാത്ത, അതായത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈമും അതുപോലെ ലോങ് ഡിവിഷനും ഒക്കെ മനസ്സിലാകാത്തൊരു പ്രീവിയസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം മാത്രം ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.